വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ യേശു കർത്താവിൻ്റെ ഒരു വാഗ്ദത്തം അത്രേ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 20-ാമത്തെ വാക്യം. ഷ്യൂർലി ഐ കം ക്വിക്ക്ലി, അതേ ഞാൻ വേഗം വരുന്നു. ഈ വാക്യത്തിൽ തന്നെ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ പ്രാർത്ഥനയും കാണാം. അതിങ്ങനെ: ആമേൻ, ഈവൻ സോ കം ലോർഡ് ജീസസ്. ആമേൻ, കർത്താവായ യേശുവേ വരേണമേ. ഞാൻ വേഗം വരുന്നു എന്ന വാഗ്ദത്തം 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് പറഞ്ഞതാണ്. വേഗം വരുന്നു എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഇതുവരെയായിട്ടും യേശു കർത്താവ് വന്നില്ല എന്നൊരു ചോദ്യമുണ്ടാകാം. ഈ വേദഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന ക്വിക്ക്ലി അഥവാ വേഗം എന്നതിൻ്റെ ഗ്രീക്ക് പദം ടാക്കൂസ് എന്നാണ്. അതിനർത്ഥം വിതൗട്ട് ഡിലേ, സൂൺ ഓർ സഡൻലി എന്നൊക്കെയാണ്. വേദപുസ്തകത്തിലെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിച്ച് ഈ പദത്തെ ശ്രദ്ധിച്ചാൽ സഡൻലി എന്ന അർത്ഥമാണ് കൂടുതൽ യോജിക്കുന്നത്. സഡൻലി എന്ന് വെച്ചാൽ ആകസ്മികമായി, അപ്രതീക്ഷിതമായി, മുന്നറിയിപ്പില്ലാതെ എന്നൊക്കെയുള്ള അർത്ഥങ്ങളാണുള്ളത്. ഈ ആശയം മറ്റ് 2 തിരുവെഴുത്തുകളാൽ സ്ഥിരീകരിക്കപ്പെടുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 2-ാം വാക്യം: കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം: കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. 2000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് യേശു കർത്താവ് മടങ്ങി വന്നില്ല എന്ന ചോദ്യത്തിന് യഥാർത്ഥത്തിൽ പ്രസക്തിയില്ല. പകരം യേശു കർത്താവ് ഏതു സമയത്തും യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഒരു കള്ളൻ വരുന്നത് പോലെ വരും എന്നുള്ളതിനാൽ നാം ഒരുങ്ങിയിട്ടുണ്ടോ എന്നാണ് നാം ഏവരും ഓരോ ദിവസവും നമ്മോട് തന്നെ ചോദിച്ചു കൊണ്ടിരിക്കേണ്ടിയത്. ഞാൻ വേഗം വരുന്നു എന്നതിൽ വേഗത്തിൽ നടക്കുന്ന മറ്റൊരു ആശയം കൂടിയുണ്ട്. കർത്താവിൻ്റെ 2-ാം വരവിൻ്റെ ദിവസം വരുമ്പോൾ സംഭവിപ്പാനുള്ളതെല്ലാം വേഗത്തിൽ നടക്കുകയും അത് പൂർത്തിയാക്കപ്പെടുകയും ചെയ്യും. പൗലോസ് അത് വിവരിക്കുന്നത് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. കർത്താവിന് ഒരു ദിവസം 1000 വർഷം പോലെയും 1000 വർഷം ഒരു ദിവസം പോലെയുമാണ് എന്ന കാര്യം നാം മറക്കരുതെന്ന് പത്രോസ് പറയുന്നു. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. ഏതു സമയത്തും യാതൊരു മുന്നറിയിപ്പും കൂടാതെ കർത്താവ് മടങ്ങി വരും എന്നുള്ളതിനാൽ നമുക്കെപ്പോഴും ഒരുങ്ങിയിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം: ആമേൻ, കർത്താവായ യേശുവേ വരേണമേ. ഹാപ്പി ബ്ലെസ്ഡ് ഡേ.